കുഞ്ഞുങ്ങളിലൊക്കെ അതെ ചെറുപ്പം തൊട്ട് ഇപ്പൊ കണ്ണട വെച്ച് നമ്മൾ കാണുന്നുണ്ട്. അതെ ചെറുപ്രായത്തിൽ തന്നെ കണ്ണിന് പ്രശ്നങ്ങളാണ് അതെ കണ്ടുവരുന്നത്. അതെ അപ്പൊ നമുക്ക് ഈ കണ്ണട വെക്കാതെ അല്ലെങ്കിൽ ഉം. കുട്ടികളുടെ ഈ കാഴ്ച നമുക്ക് ആയുർവേദത്തിലൂടെ ശരിയാക്കാൻ പറ്റും, ഈ വെറുതെ മരുന്ന് കൊടുക്കാതെ ഒക്കെ? ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഉണ്ട് അതിന്. അതായത് ഓക്കെ. ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച ഈ രോഗം എന്ന് പറഞ്ഞാൽ മയോപ്പിയ, പ്രധാനമായിട്ടും എല്ലാം മയോപ്പിയ ആണെന്നല്ല, കുഞ്ഞുങ്ങൾ വരുന്ന കാഴ്ചക്കുറവ് എല്ലാം മയോപ്പിയ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ഇപ്പം നമ്മൾ കാണുന്ന ഈ കണ്ണട വെച്ച് നടക്കുന്ന കുട്ടികളുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ കണ്ണട വെക്കുന്ന കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതലും മയോപ്പിയ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന ഓക്കെ. കാര്യമാണ്. അപ്പോൾ ആ ഷോർട്ട് സൈറ്റിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതെ. അപ്പം നമ്മൾക്കെല്ലാം അറിയാം ഷോർട്ട് സൈറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ണട വെക്കുക എന്നുള്ളത് അതെ. മാത്രമാണ്. പിന്നെ അതിനുള്ള ചികിത്സാ മാർഗം എന്ന് പറയുന്നത് ലാസിക് സർജറി എന്ന് പറയുന്നത്. ഈ രണ്ട് ഒരു ട്രീറ്റ്മെന്റ് മെഷേഴ്സ് ആണ് ഇപ്പം മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. അതെ. അല്ലാതെ ഒരു മെഡിക്കൽ മാനേജ്മെന്റ് ആയിട്ട് ഇല്ല അതിന്. പക്ഷെ ലാസിക് എന്ന ഡെഫിനറ്റ്ലി ലാസിക് അത് കറക്റ്റ് ആണ്, രോഗത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കണ്ണട എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് അല്ല. കണ്ണട നമുക്കറിയാം, കണ്ണട നമ്മൾ വെക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആകുകയും കണ്ണട എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ കാഴ്ച. അപ്പൊ അതൊരു ചികിത്സയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ചികിത്സയാണ് പറയണമെങ്കിൽ ആ രോഗം മാറണം. ശരിയാക്കണം. ആ അതെ. ഇതിപ്പോ രോഗം മാറുന്നില്ല, ഇപ്പൊ നമ്മൾ കണ്ണട വെക്കുമ്പോഴാണ് മാറുന്നത്. അപ്പം ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്നത് ആ രോഗത്തിന്റെ ആ റൂട്ടിൽ തന്നെ പോയിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്യാന്നുള്ളത്, ആ രോഗം ആ ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ അതിലിപ്പം നമ്മൾ പ്രധാനമായിട്ടും ചെയ്ത 4 കാര്യങ്ങളാണ് അതിലുള്ളത്. ഷോർട്ട് സൈറ്റിന്റെ ട്രീറ്റ്മെന്റിൽ മരുന്നുകൾ ഉണ്ട്, അതിൽ പ്രധാനമായിട്ട് ഔഷധങ്ങൾ, ഓക്കെ. ഇന്റേണൽ ആയിട്ട് കുറച്ച് മെഡിസിൻസ് കൊടുക്കും. പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം IP ലെവൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ്സ്. പിന്നെ മൂന്നാമതായിട്ട് ഐ എക്സസൈസ്. ഓക്കെ. അപ്പൊ എക്സസൈസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഐ എക്സസൈസ് ഉണ്ട്. നാലാമതായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് ആക്ടിവിറ്റീസ്. ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം, അതേപോലെ നമ്മുടെ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇതിൽ നമ്മൾ കുറച്ച് കണ്ണിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഐ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ആക്ടിവിറ്റീസിലുള്ള ഒരു റെഗുലറൈസേഷൻ, ക്രമീകരണം. ഓക്കെ. ഈ 4 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ കാഴ്ച തകരാറുകൾ, ഷോർട്ട് സൈറ്റ് കൊണ്ടുണ്ടാകുന്ന കാഴ്ചക്കുറവ് ക്രമേണ നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാം. ക്രമേണ ഞാൻ പറയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രമേണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രോഗികൾ വിചാരിക്കും ഇപ്പൊ ഒരു വിസിറ്റ് OP-യിൽ വന്ന് മരുന്ന് കഴിച്ചാൽ അടുത്ത ആഴ്ച അപ്പൊ മാറുന്ന തന്നെ അങ്ങനെ ശരി. ചികിത്സയല്ല. അപ്പൊ ഇത് പ്രധാനമായിട്ട് വേണ്ട ക്ഷമ വേണം. ക്ഷമയോടുകൂടി ചികിത്സ കൃത്യമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. വളരെ തുടക്കത്തിലുള്ള ഷോർട്ട് സൈറ്റ് ഒക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റാറുണ്ട്. ഓക്കെ. ഒരു വളരെ പ്രോഗ്രസീവ് പ്രോഗ്രസീവ് ആയിട്ട്. ഒരു അഡ്വാൻസ്ഡ് ഫേസ് ആണെങ്കിൽ അത് വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് മിനിമലൈസ് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പിന്നെ -1 വരെ, -1, 1.5 ഒക്കെ വരുന്ന ഷോർട്ട് സൈറ്റ് ടോട്ടലി റെഡ്യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ചില പേഷ്യൻസ് ഒക്കെ, ഇഷ്ടംപോലെ പേഷ്യൻസ് ആയുർവേദ ചികിത്സകൾ എടുത്തിട്ട് മാറിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഈ കണ്ണട സർജറി ഒക്കെ ഉപേക്ഷിച്ച് അതെ അതെ അതെ. അതായത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ആയുർവേദ ചികിത്സ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ഇപ്പം രോഗം അഡ്വാൻസ് ചെയ്ത് പോകുന്നതിന് മുന്നേ തുടക്കത്തിൽ തന്നെ ആയുർവേദ ചികിത്സ എടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ഈ ഷോർട്ട് സൈറ്റ് ഒക്കെ തുടക്ക ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കണ്ടുപിടിച്ചതിന് ശേഷം ആയുർവേദ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കത് പരിഹരിക്കാൻ പറ്റും. അത് വളരെ അഡ്വാൻസ് ആയി പോയി കഴിഞ്ഞാൽ, പ്രോഗ്രസീവായിട്ട് വളരെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫർദർ അഡ്വാൻസ്മെന്റിനെ തടയുകയും കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കൊണ്ടുവരാനും ഇതേ തരത്തിലുള്ള ചികിത്സകൾ കൊണ്ട് പറ്റാറുണ്ട്. അത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിലുള്ള ഒരു പ്രധാനമായിട്ടും നമ്മുടെ അഭിമാനത്തോട് പറയാൻ പറ്റുന്നതാണ്. എനിക്ക് എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതല്ല, ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ആശുപത്രിയിൽ അത് നടപ്പാക്കുന്നുണ്ട്. ഈ തരം 4 ഘട്ടങ്ങളായിട്ട് അത് കൃത്യമായിട്ട് നമ്മളൊരു വർഷത്തോളം ട്രീറ്റ്മെന്റ് രോഗിയെ എടുക്കാറുണ്ട്. അതായത് മെഡിസിൻസ് കഴിക്കുകയും എക്സസൈസ്. ഇപ്പൊ ഏത് എക്സസൈസ് നമുക്കറിയാലോ, എക്സസൈസ് എന്ന് പറയുന്നത് ഒരാഴ്ച ചെയ്യുകയും അടുത്ത ആഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത ഉണ്ടല്ലോ. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സസൈസും ഇന്റേണൽ മെഡിസിൻസും കൃത്യമായ ഇടവേളകളിൽ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ചില പ്രത്യേക ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ മാറ്റം, ഡിസിപ്ലിൻ ട്രീറ്റ്മെന്റ്, ഡെഫിനറ്റ്ലി ഡിസിപ്ലിൻഡ് ആയി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം കിട്ടാറുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാറുണ്ടല്ലോ, പക്ഷെ കുഞ്ഞുങ്ങൾ മാത്രമല്ല എല്ലാവരും ഇപ്പൊ മൊബൈൽ ഫോൺ യൂസേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. എന്ത് രീതിയിലാണ് നമ്മൾ ഇത് അഫക്ട് ചെയ്യുന്നത്? അത് വളരെ പ്രസക്തമായ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. അപ്പൊ അത് നമ്മൾക്കറിയാം, സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അക്രോസ് സ്റ്റേജസ്, ഇപ്പൊ ഒരു കുഞ്ഞുങ്ങളോ കുട്ടികളോ വൃദ്ധന്മാരോ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ പ്രായമായവരിൽ തന്നെ പൂർണ്ണമായി ഇപ്പം സ്ക്രീനിന്റെ അടിമയായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, കുട്ടികൾ മാത്രമല്ല. അതിൽ 2 കാര്യങ്ങൾ, ഈ സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ചിട്ട് 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന് പറയുന്നത് കണ്ണിന് വരുന്ന സ്ട്രെയിൻ, ഡെഫിനറ്റ്ലി നമുക്കറിയാം. രണ്ടാമത് അത് ഇൻഡയറക്ട്ലി ബാധിക്കുന്നത് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയാണ്. അപ്പൊ നമ്മൾ ഇൻഡോറിലേക്ക്, നമ്മൾ വീടിനകത്തേക്ക് തന്നെ തളച്ചിടപ്പെടുകയാണ് സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ച്. അപ്പൊ സ്ക്രീൻ ടൈം കൂടുമ്പോഴുണ്ടാകുന്ന കണ്ണിന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യം പറയാം. കണ്ണിന് വരുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് നമ്മുടെ കണ്ണിനകത്തുള്ള കണ്ണുനീർ പാട, അതിന്റെ ഒരു കൃത്യമായ അളവിൽ അത് പടർന്നു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യം കണ്ണിന്റെ ആരോഗ്യത്തിൽ. നമ്മൾ സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ചിട്ട് കണ്ണ് അടക്കുന്ന ആ ഒരു ഫ്രീക്വൻസി, അപ്പൊ നമ്മൾ ഒരു മിനിറ്റിൽ എത്ര തവണ കണ്ണ് അടക്കണം എന്നുള്ളതിന്റെ കണക്കുണ്ട്. അപ്പൊ ഒരു 10, 12, 15 തവണയൊക്കെ നമ്മൾ നോർമലി കണ്ണടക്കും. ഈ
സ്ക്രീൻ നോക്കുന്ന ടൈം കൂടുന്നതനുസരിച്ച് കണ്ണ് അടക്കുന്ന ആ ഒരു ഫ്രീക്വൻസി വളരെയധികം കുറയും. അപ്പൊ 4 സെക്കൻഡിൽ ഒരു തവണ കണ്ണ് അടക്കുന്നതിന് പകരം ചിലപ്പോഴത് 10 സെക്കൻഡോ 20 സെക്കൻഡോ ഇപ്പൊ മിനിറ്റുകൾ ചിലപ്പോൾ 1-2 തവണ, ചിലപ്പോൾ 1 മിനിറ്റ് തീരെ കണ്ണ് അടക്കാത്ത ഒരവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പൊ കണ്ണ് അടക്കുന്നതിന്റെ ഇത് കുറയുന്നതനുസരിച്ച് കണ്ണുനീര് കൃത്യമായിട്ട് കണ്ണിൽ വരുന്നതിന്റെ അളവ് കുറയുകയും കണ്ണിൽ ഡ്രൈനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഡ്രൈനസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൃഷ്ണമണിക്ക് വരുന്ന ചില ഇറോഷൻസ്, അതിൽ കുത്തുകൾ വരിക, അങ്ങനെയുള്ള കുറെ പ്രശ്നം വന്ന് തിരിച്ചു വരാൻ പറ്റാത്ത, ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചക്കുറവിലേക്കൊക്കെ നയിച്ചേക്കാം. അതേപോലെ ഈ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരാം. കണ്ണിന് ആയാസം കൂടുന്നതനുസരിച്ചിട്ട് ഷോർട്ട് സൈറ്റിന്റെ കാര്യം വരാം. അത് കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ച് വീടിന് പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ വളരെ കുറയും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയും. പ്രത്യേകം കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ വീട്ടിന്റെ പുറത്ത് പോയിട്ട് കളിക്കാന്നുള്ള രീതിയായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഒന്നുകിൽ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഇരിക്കുക എന്നുള്ളത്. മൊബൈലിന് വേണ്ടി വാശി പിടിച്ചിട്ട് കരയുന്ന കുട്ടികളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ നമ്മൾ പുറത്ത് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പാരന്റ്സിനോട് വാശി പിടിക്കുന്ന അവസ്ഥയായിരുന്നു. കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പം ഇപ്പം കുട്ടികൾ വാശി പിടിക്കുന്നത് വീട്ടിനകത്ത് നിന്ന് മൊബൈൽ തരുമോ എന്നുള്ളത്. പണ്ടൊക്കെ വീട്ടിന് പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് വാശി. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. ആ ഷിഫ്റ്റ് ഇതിനെയും ബാധിക്കുന്നുണ്ട്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് ഉണ്ടല്ലോ, വിഷന്റെ ഫീൽഡ് കൂടും. മൊബൈൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫീൽഡ് വളരെ കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ ടി വി നോക്കുന്നതാണെങ്കിൽ റൂമിനകത്തുള്ള ഒരു ഫീൽഡ് മാത്രമേ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് വിഷനാണ്. അപ്പൊ കണ്ണിന്റെ ആയാസം കുറയും. അതേപോലെ സൺലൈറ്റ് എക്സ്പോഷർ കൂടും. പുറത്ത് കളിക്കുന്നതിനനുസരിച്ചിട്ട് സൺലൈറ്റ് എക്സ്പോഷർ കൂടും. വിറ്റാമിൻ ഡിയുടെ ഒരു അഭാവം വളരെയധികം പല രോഗങ്ങൾക്ക് ഇപ്പോൾ ഒരു കാരണമാണ്. അപ്പൊ സൺലൈറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് ഇന്നൊരു പഠനങ്ങൾ തെളിയിച്ചാണ്. സൺലൈറ്റ് എക്സ്പോഷർ കുറയുന്നതനുസരിച്ചിട്ട് ഈ ഷോർട്ട് സൈറ്റിങ്ങുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസും കൂടാണ് കണ്ണിന്റെ. അപ്പൊ ആ തരത്തിൽ അത് ബാധിക്കും. ഈ കണ്ണിന്റെ ആയാസം, സ്ക്രീൻ നോക്കുമ്പോഴുള്ള ആയാസം, കണ്ണിന് നേരിട്ട് വരുന്ന ആയാസം വേറെ. ഇപ്പൊ രണ്ട് തരത്തിലൊരു കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് ഈ സ്ക്രീൻ ടൈമിൽ വരുന്നത്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ സ്ക്രീൻ നോക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആൾ ജോലിയുടെ ഭാഗത്തെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ അത് അവരുടെ നോക്കേണ്ടെന്ന് നമുക്ക് പറയുന്ന സ്ഥിതിയല്ല. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മറ്റേ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ നോക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. ഒരു ജോലിയുടെ ഭാഗമായി നോക്കേണ്ടതായിട്ട് വരും. അവരെ നമ്മൾ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. അതായത് കണ്ടിന്യൂസ് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൂരേക്ക് നോക്കിയിരിക്കുക, കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, പിന്നെ ബ്ലിങ്ക് ചെയ്യാൻ, കോൺഷ്യസ്ലി ബ്ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. കണ്ണടക്കുക എന്നുള്ളത് വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ കണ്ണുനീരിന്റെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, കണ്ണുനീരിന്റെ ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത് പറഞ്ഞാൽ അത് ഓരോ തവണ കണ്ണടക്കുമ്പോഴും ആ സമയത്ത് കണ്ണിനൊരു റെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. സ്ക്രീൻ ടൈം കൂടുന്ന ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഈ കണ്ണിന്റെ എക്സസൈസസ് ചെയ്തുകൊണ്ട് ഈ കണ്ണിന്റെ ഈ സ്ട്രെയിൻ കുറയ്ക്കാൻ പറ്റുമോ? കണ്ണിന്റെ എക്സസൈസ് സ്ട്രെയിൻ ഒരു ഭാഗം, അതിന്റെ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സസൈസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 or 2 days ഉള്ള കാര്യമല്ല. അതുപോലെ കണ്ടിന്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പ്രൂവൺ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. എക്സസൈസ് എന്ന് പറയുന്നത് പ്രൂവൺ റിസൾട്ട് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രി, നമ്മുടെ ജീവനാശുപത്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ എക്സസൈസിന്റെ കൂടെ തന്നെ ഇന്റേണൽ മെഡിസിൻസ് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ ട്രെയിനേഴ്സിനും വളരെയധികം റിസൾട്ട് കിട്ടാറുണ്ട്.